വടകരയിലെ സഹൃദയർക്ക് നമസ്കാരം. ഇങ്ങോട്ട് സൗകര്യം നിന്നില്ല, ഓടാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇത് എനിക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് അറിയാത്തൊരു വിഷയമാണ് ശരിക്കും എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നാടകാഭിനയം, സിനിമാഭിനയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ പഠിച്ചു വരുന്നേ. പിന്നെ ഈ കൽപ്പറ്റ നാരായണ മാഷെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വലിയ പുലിവാലായിപ്പോയി ജീവിതത്തിൽ. അദ്ദേഹം അധ്യാപകനായിരിക്കുമ്പോൾ മുതൽ അതിനു മുമ്പും ഒക്കെ തന്നെ നമ്മൾ അദ്ദേഹത്തെ വായിക്കുകയും അടുത്തറിയുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന ഒരു അടുത്ത സുഹൃത്ത്, സഹൃദയൻ, അഭ്യുദയകാംക്ഷി, ഞാൻ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാൾ എന്നെ നിർബന്ധപൂർവ്വം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ എന്താ പറയുക ഉജ്ജ്വലമായ ഈ ഒരു ഓഡിയൻസിന് മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ നേരത്തെ 2-3 സെഷനിൽ ഞാനവിടെ ശ്രോതാവായിട്ടിരുന്നു. കാരശ്ശേരി മാഷെ പ്രസംഗം കേൾക്കാൻ വന്നു. അതിന് കാരണം ഞാൻ കാരശ്ശേരി മാഷ സ്റ്റുഡൻ്റായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കയറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി. അപ്പോൾ ഇപ്പോൾ എവിടെ കാരശ്ശേരി മാഷ പ്രസംഗിക്കുകയാണെങ്കിലും ഞാൻ പോയി കേൾക്കും. കാരണം ആ മിസ്സായ ക്ലാസ്സുകളൊക്കെ തിരിച്ചു പിടിക്കുക. അത് കഴിഞ്ഞ് ജയമോഹൻ്റെ പ്രഭാഷണം കേട്ടു. അപ്പോഴൊക്കെ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ സദസ്സിൽ നിന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് ബേജാറായി. അതുകൊണ്ട് അപകടകരമായ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. നമുക്ക് നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പിരിയാം. ഓക്കെ, നിങ്ങൾ ക്ഷണിച്ചതിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. ഞാൻ ഈ സെഷനിലേക്ക് വരുമ്പോൾ കൽപ്പറ്റ മാഷ് പറഞ്ഞു ജോയി അധികം ഉപദ്രവിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിൽ തുടങ്ങാം. അതായത് ഈ ജോയ് മാത്യു എന്ന എഴുത്തുകാരൻ, നടൻ, സംവിധായകൻ, ഇതൊക്കെ രൂപപ്പെട്ടു വരുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. ആർട്സ് കോളേജിലൊക്കെ ഈ ആർട്സ് കോളേജ് എങ്ങനെയാണ്, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയൊക്കെയാണ് ജോയ് മാത്യുയെ ഒരു നടൻ, സംവിധായകൻ, ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ രൂപപ്പെടുത്തിയത് എന്നൊന്ന് വിശദീകരിക്കാം. ഗുരുവായൂർ കോളേജിലായിരുന്നു എൻ്റെ പ്രീ ഡിഗ്രി കാലം. അപ്പം അവിടെ ഞങ്ങൾക്ക് അധ്യാപകരായിട്ടുണ്ടായിരുന്ന രാമേന്ദ്രൻ മൊകേരി ഇപ്പം നമ്മളോടൊപ്പം ഇല്ല, പ്രൊഫസർ വാസുദേവൻ ഉണ്ണി മാഷ്, ശോഭീന്ദ്രൻ മാഷ്, സ്നേഹപ്പറപ്പ് ടീച്ചർ, ഇങ്ങനെ RVR തമ്പുരാൻ, ഇങ്ങനൊരു നല്ല നാടകസ്നേഹികളായ അധ്യാപകരുണ്ടായിരുന്നു. അപ്പം ഞാൻ തട്ടിക്കൂട്ടിയ നാടകങ്ങളുമായി അവിടെ യൂത്ത് ഫെസ്റ്റിവലിൽ കളിക്കുക, സമ്മാനം വാങ്ങുക, അങ്ങനെയൊക്കെയുള്ളൊരു ലെവലായിരുന്നു. അപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ ചേർന്ന് നാടകം അവതരിപ്പിക്കുക എന്നുള്ളൊരു ആലോചന വന്നു. അങ്ങനെ ഞങ്ങൾ ഉണ്ണിമാഷ് എഴുതിയ വിക്ടിംസ്, അത് കഴിഞ്ഞ് മൊകേരി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മാക്ബത്ത്, അതുമാതിരി ഗലീലിയോ, ഈ നാടകങ്ങളുടെയൊക്കെ ഭാഗവാക്കാവാൻ കഴിഞ്ഞു. അതേസമയം ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ജനകീയ സാംസ്കാരിക വേദിയുടെ നാടകങ്ങളിലൂടെ അമച്വർ നാടകരംഗത്തുണ്ടായിരുന്നു. അപ്പം മധുമാഷ് സംവിധാനം ചെയ്ത അമ്മ, സ്പാർട്ടക്കസ് തുടങ്ങിയ നാടകങ്ങൾ, നിരവധി തെരുവ് നാടകങ്ങൾ. അപ്പോൾ ഈ ആർട്സ് കോളേജിലേക്ക് എത്തിയപ്പോൾ ഗുരുവായൂരപ്പൻ കോളേജിൽ എനിക്ക് അഡ്മിഷൻ തരാതിരുന്നതാണ്. അത് ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ പറയുന്നില്ല അത്. അപ്പോൾ ആർട്സ് കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട അധ്യാപകർ പ്രൊഫസർ M. ഗംഗാധരൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയ ഡോക്ടർ NM നമ്പൂതിരി, സർദാർകുട്ടി മാഷ്, MN കാരശ്ശേരി, ഇങ്ങനെ അധ്യാപകരുടെ സപ്പോർട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്താലും നമ്മളെ ശിക്ഷിക്കാത്ത ഒരു പ്രിൻസിപ്പളായിരുന്നു ഷേണായി മാഷ്. മാത്രമല്ല ഗവൺമെൻറ് കോളേജിന് കുറേ കൂടെ സ്വാതന്ത്ര്യമുണ്ട്, പ്രൈവറ്റ് കോളേജ് പോലെയല്ല. അപ്പോൾ അവിടുത്തെ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടാണ് ക്യാമ്പസ് തിയേറ്റർ എന്ന ഒരു സംഭവം തുടങ്ങുന്നത്.
എനിക്കൊന്ന് കേരളത്തിൽ ആദ്യത്തെ ക്യാമ്പസ് തിയേറ്റർ കോഴിക്കോട് ആർട്സ് കോളേജിലാണ്. അങ്ങനെയാണ് വേട്ട എന്ന നാടകം. വേട്ട എന്ന നാടകം അതിനുവേണ്ടി എഴുതി അതിനുവേണ്ടി കളിച്ച നാടകമാണ്. പിന്നെ ഒരുപാട് വേദികളിൽ ഒരുപാട് ആൾക്കാർ കളിച്ചു. അതും കോപ്പിറൈറ്റ് ഇല്ല, ആർക്ക് വേണ്ടി എടുത്ത് കളിക്കാം, അങ്ങനെയാണ്. അങ്ങനെ ആർട്സ് കോളേജിലാണ് എനിക്ക്. പിന്നെ മറ്റു വലിയൊരു കാര്യം ആർട്സ് കോളേജിലെ സൗഹൃദങ്ങളാണ്. നമുക്കൊരു നാടകം നടത്തണമെങ്കിൽ അതിന് സുഹൃത്തുക്കളുടെ സഹായം വേണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണെങ്കിലും അതിൻ്റെ കേട്ടൺ പിടിക്കാനാണെങ്കിലും മേക്കപ്പിന്, ഇതൊന്നും സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ സുഹൃത്തുക്കളുടെ ഒരു ബേസ് എനിക്കുണ്ടായിരുന്നു, അതൊന്നുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ നാടക നടനെ അല്ലെങ്കിൽ നാടക പ്രവർത്തകനെ രൂപപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലിപ്പോഴേ ഈ വേട്ട എന്ന നാടകത്തെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ ക്യാമ്പസ് നാടകമാണത്. പക്ഷേ ഇന്നത്തെ ക്യാമ്പസുകളിൽ അത്തരത്തിലുള്ള, അതൊരു രാഷ്ട്രീയ നാടകമാണ്. RSS CPM സംഘർഷത്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് എഴുതുന്നത്. അത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് മുതൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം കോളേജ് വരെ അത് കൊണ്ടുപോവുകയുണ്ടായി. പക്ഷേ ഇന്ന് അത് ഒരു 80കളിലും 70കളിലും ഒക്കെ ഉണ്ടായിരുന്ന അവസ്ഥകളെ ജോയ് മാത്യു വളരെ ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ ക്യാമ്പസുകളിൽ അത്തരത്തിലുള്ള നാടകങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നെനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ അപ്രസക്തമായി പോയോ എന്നും ഒരു സംശയമുണ്ട്. ഇതേക്കുറിച്ച് എന്തായിരിക്കാം പറയാനുള്ളത്? അത് നമ്മൾ മാറുന്ന കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ പല കലാരൂപങ്ങളും ഒരു കാലം കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകും, പ്രസക്തി നഷ്ടപ്പെടും. ഇപ്പോൾ കൂത്ത് മത്സരിക്കാൻ മാത്രമേ കൂത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഥാപ്രസംഗം, പണ്ട് ഉത്സവപ്പറമ്പുകൾ പ്രകമ്പനം കൊള്ളിച്ച ഒന്നാണ് കഥാപ്രസംഗങ്ങൾ. ഇപ്പോൾ കഥാപ്രസംഗമില്ല. അതുപോലെ മിമിക്രികൾ, ഇപ്പോൾ മിമിക്രി ഇല്ല, കുറഞ്ഞു. നാടകങ്ങൾ പ്രൊഫഷണലായാലും അമേച്ചറായാലും നാടകങ്ങളും കുറഞ്ഞു. കാരണം സാങ്കേതിക വിദ്യ അതിനനുസരിച്ച് അതിനേക്കാൾ മുമ്പ് പോയി. ഇപ്പോൾ കുട്ടികൾ, യുവതലമുറ എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളൊക്കെ അഭിരമിക്കുന്നത് റീൽസിലാണ്. അതിൽ വരുന്ന തമാശകളിലാണ്, വീഡിയോകളിലാണ്. കാരണം അത് വിരൽത്തുമ്പിൽ കിട്ടും. നിങ്ങളിപ്പോൾ നാടകം കാണാൻ വേണ്ടി വണ്ടി എടുത്ത് പോയി ടിക്കറ്റ് എടുത്ത ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലെത്തും, നിങ്ങളുടെ വിരലിലെത്തും. അതും എത്ര പെട്ടെന്ന് എത്രയോ ആളുകളിലെത്തും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാടകം ക്യാമ്പസിൽ, ഒരു ക്യാമ്പസ് തിയേറ്റർ ഒക്കെ പ്രതീക്ഷിക്കുക വയ്യ. മറ്റ് പുതിയ എന്തെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ഒരു കൂട്ടായ്മ വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ സാങ്കേതികത അതിൻ്റെ ഉച്ചസ്ഥായിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് അത് നാടകം വേണ്ട എന്നുള്ളത് തന്നെയാണ്. 82ലാണ് ജോയ് മാത്യു ജോസഫ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നൊരു നാടകം ചെയ്യുന്നത്. അത് അക്കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് ഇടത് തീവ്ര രാഷ്ട്രീയങ്ങളുണ്ടായിരുന്ന അതുണ്ടാക്കിയ, അത് പെട്ടെന്ന് നിലച്ചു പോവുകയോ അതിലുള്ള വ്യതിയാനം ഉണ്ടാവുകയോ ചെയ്ത സമയത്തുണ്ടായിരുന്ന നടുക്കങ്ങളിൽ ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത്, ഒരു പക്ഷേ അത് 80കളുടെ തുടക്കത്തിൽ മറ്റുമാണെന്നോ നാടകം വരുന്നത്, ഇപ്പോഴ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പലതരം കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നാടകം പ്രത്യേകിച്ച് ക്യാമ്പസുകളിലോ ഇവിടങ്ങളിലോ ഉണ്ടാകുന്നില്ല എന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അത് നമ്മൾ എഴുതി കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുകയല്ല വേണ്ടത്. അവർക്കത് ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാവുകയും അത് ചിലപ്പോൾ നാടകരൂപത്തിലായിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, റീൽസിലാവാം, അല്ലെങ്കിൽ അതുപോലെ ഇൻസ്റ്റയിലുള്ള വല്ല മെസ്സേജുകളാവാം, അങ്ങനെ ഇപ്പോൾ കവിതകളുടെ വിഷ്വലൈസേഷനാവാം. പുതിയ കാലം ആവശ്യപ്പെടുന്ന ഈ ഡിജിറ്റൽ ലോകത്ത് പുതിയ കലാരൂപങ്ങൾ വരും. അപ്പോൾ അതുപോലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആത്മഹത്യ ആയാലും ശരി, രക്തസാക്ഷിത്വമാണെങ്കിലും ശരി, എന്താണെങ്കിലും അത് പുതിയ ഡിജിറ്റൽ ലോകത്ത് പുതിയ കലാരൂപമായിട്ട് വരുള്ളൂ. പഴയത് തന്നെ വേണം നമ്മൾ ശടിക്കുന്നത് ശരിയല്ല. എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ ജോയ് മാത്യുയുടെ അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. 1956 അമ്മ അറിയാൻ എന്ന സിനിമ ഇറങ്ങുന്നത്. അമ്മ അറിയാൻ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായ പുരുഷനെ ആ റോൾ ചെയ്യുന്നത് ജോയ് മാത്യുവാണ്. അതിനുശേഷം 2013 ഷട്ടർ, അതിൻ്റെ നിർമ്മാണം, തിരക്കഥ
സംവിധാനം എല്ലാം ജോയ് മാത്യുവാണ് ചെയ്യുന്നത്. അമ്മ അറിയാൻ ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്. അത് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്ത്യൻ 10 സിനിമകളിൽ ഒരെണ്ണമാണ്. അമ്മ അറിയാൻ്റെ ആയിരക്കണക്കിന് നിർമ്മാതാക്കൾ ഞാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സിനിമ അതിനുശേഷം ഷട്ടറിലേക്ക് വരുമ്പോൾ ഒരു സാമൂഹ്യ വീക്ഷണമുള്ള ഒരു കാര്യങ്ങളാണ്. ജോയിയുടെ നാടകങ്ങളിലൊക്കെ തന്നെയും അധികവും രാഷ്ട്രീയമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള, അതായത് നാടകത്തെ തന്നെ പറ്റി തന്നെ ജോയ് പറയുന്നുണ്ട്, ഇത് യാഥാർത്ഥ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം, ഇത് കാണാൻ പറ്റില്ലെങ്കിൽ ഈ തിരശ്ശീല വലിച്ചു കീറൂ എന്നൊക്കെ ജോയുടെ ആത്മരോഷങ്ങളുണ്ട്. പക്ഷേ ഈ അമ്മ അറിയാൻ എന്നുള്ള സിനിമ എനിക്ക് തോന്നുന്നത് അമ്മ അറിയാനെ പോലെ നമ്മളെ പഴയ അനുഭവങ്ങൾ പാളിച്ച പോലെ അതൊക്കെ രാഷ്ട്രീയ സിനിമ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെയും അമ്മ അറിയാണ്ട മുമ്പോ പിമ്പോ അത്രയും ശക്തമായിട്ടുള്ള രാഷ്ട്രീയത്തെ വിനിമയം ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് സംശയമാണ്. പക്ഷേ 86 മുതൽ 2013 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ജോയിൽ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ശക്തമായൊരു രാഷ്ട്രീയ സിനിമയുടെ തുടർച്ചയില്ലാതെ പോയതെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അത് വ്യക്തിപരമായ ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. അപ്പോൾ അമ്മ അറിയാൻ പോലത്തെ ഒരു സിനിമ ഒരിക്കലേ സംഭവിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാരെ സംഭാവന പിരിച്ച് തീരെ പ്രശസ്തരല്ലാത്ത നടീനടന്മാരെ വെച്ച് വളരെ ബുദ്ധിമുട്ടി ദാരിദ്ര്യത്തിൽ ഫിലിം വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ കാണിക്കാൻ തിയേറ്റർ ഇല്ലാതെ ഞാൻ തന്നെ 16 നമ്പർ പ്രിൻ്റ് എത്രയോ സ്ഥലത്തൂടെ കാണിച്ചിട്ടുണ്ട്, അഭിനയിച്ച ഞാൻ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ അന്ന് സംഭവിച്ചു. വീണ്ടും അത് സംഭവിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ മിലിയു, ഒരു സാമൂഹിക അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം വേണം. മാത്രമല്ല വീണ്ടും അതിനെ ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെയുള്ള ഈ കാലയളവ് എന്ന് പറയുന്നത് അമ്മ അറിയാവുന്ന സിനിമയിൽ അതാണോ ശരിയായ സിനിമ എന്നുള്ള കാര്യത്തിൽ പേഴ്സണലി എൻ്റെ കോൺഫ്ലിക്റ്റുകളുണ്ട്. അതായത് പ്രേക്ഷകർക്ക് രസിക്കാൻ പറ്റുന്ന ഒരു കലാരൂപമായിരിക്കണം സിനിമ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, ഈ കലാസിനിമ എന്നൊക്കെ പറയുന്ന കുറേ സിനിമകൾ ഇറങ്ങിയതൊരു കാലത്ത്, പണ്ട് ഉച്ചപ്പടം എന്ന് പറയും, അതൊക്കെ വളരെ എളുപ്പത്തിൽ എടുക്കാവുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവാർഡ് മാത്രം ലക്ഷ്യം വെച്ചിട്ട്. പക്ഷേ പ്രേക്ഷകർക്ക് വീണ്ടും കാണാൻ തോന്നുകയോ അല്ലെങ്കിൽ കണ്ടു രസിക്കാൻ പറ്റുകയോ ചെയ്യുന്നതായ സിനിമ ഉണ്ടാക്കിയെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേസമയം അതിന് കലാപരമായിട്ടുള്ള ഒരു മേന്മയും വേണം. വെറും കച്ചവട സിനിമയല്ല ഞാൻ പറയുന്നത്. അതെ. അപ്പോൾ എൻ്റെ ഒരു റിസർച്ച് ആ ഭാഗത്ത് പോയി. അപ്പോൾ ഞാൻ അറിയാൻ വരുന്നതിന് മുമ്പ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പോയ ആളാണ്. വേണ്ടെന്ന് വെച്ചു. പിന്നെ ജേർണലിസ്റ്റിന് പോയി. അപ്പം അറിയാൻ കഴിഞ്ഞ് പിന്നെ ജോണിൻ്റെ മരണം കഴിഞ്ഞ് പിന്നെ ആ ഒരു കൂട്ടായ്മ തന്നെ തകർന്നുപോയി. ഒഡേസ എന്നുള്ള പ്രസ്ഥാനം തന്നെ ശിഥിലമായി. വീണ്ടും അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം നിലവിൽ വേണം. ഇപ്പം ഇവർ പോലും ജനചിത്ര നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടി പോലും മുൻകൈ എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പൂക്കാസ അല്ലല്ല ഒരു ചലച്ചിത്ര സംഘടന ഉണ്ടായിരുന്നു. അതാണ് MTയുടെ ചെറുകാടിൻ്റെ കഥയൊക്കെ സിനിമയാക്കിയിട്ടുള്ള ഒരു പടം. അതുപോലും പൊളിഞ്ഞു പോയി. അതിന് പേര് ഞാൻ പറഞ്ഞു, ജനശക്തി ഫിലിംസ്. അപ്പം അത്രയും ബേസുള്ള ഒരു ഓർഗനൈസേഷന് പോലും നിൽക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ഒഡേസ അത്ഭുതകരമായിട്ട് ഈ വിജയം കൈവരിച്ചത്. ഇപ്പോൾ പടം 36 കൊല്ലത്തിന് ശേഷം യൂട്യൂബിൽ 4K ഇതിലൂടെ ഏറ്റവും പുതിയ വേർഷൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ അറിയാണ്ട് പുതിയ പ്രിൻ്റ്. പുതിയ പ്രിൻ്റ്. അത് ജോണുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജോയ് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ കലാകാരൻ എന്ന നിലക്ക് അയാളുടെ ഇപ്പം നടൻ നടി അവരുടെ ശരീരത്തെ പരകായപ്രവേശത്തിന് എത്രമാത്രം സൂക്ഷിക്കുന്നു, അതുപോലെ കലാകാരന്മാരും എഴുത്തുകാരും അത് സൂക്ഷിക്കേണ്ടതാണ് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കലയെപ്പോലെ തന്നെ ലഹരിയെയും സ്നേഹിച്ച ജോൺ അങ്ങനെ അല്ലാതിരുന്നെങ്കിൽ ഇതിൽ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാവുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അദ്ദേഹം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമോ? അത് ഒരു എബ്സേർഡ് ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാളെ ഈറ്റ്സൊക്കെ എഴുതിയിട്ടുണ്ട്, ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ് എ ഡാൻസർ ഫ്രം ദ ഡാൻസ്. ഒരു നർത്തകനെ നൃത്തത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ വേർതിരിക്കും? അതുപോലെ ജോണിനെ
അതല്ലാത്ത രീതിയിൽ അതങ്ങനെ തന്നെ നിർത്തുന്നതാണ് എനിക്ക് ആർക്കും ആലോചിക്കാൻ പറ്റില്ല. അരക്കി തേച്ച ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് ടൈയൊക്കെ കെട്ടി വരുന്നത് ജോഡബ്രാവില് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പ്രയാസം. അതങ്ങനെ സംഭവിക്കുള്ളൂ. അതെ അതെ. അപ്പം നമ്മൾ ഇപ്പോഴ് എനിക്ക് തോന്നുന്നത് ഷട്ടർ സിനിമ ചെയ്ത ജോയ് അബ്രഹാം അടുത്തൊരു സിനിമ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു പഴയ നിരയിലുള്ള സംവിധായകരൊക്കെ തന്നെ ഇപ്പോൾ കമൽ, സിബി മലയിൽ തുടങ്ങിയ അക്കാലത്ത് നല്ല സിനിമ ചെയ്ത ആൾക്കാർക്കൊക്കെ തന്നെ മടിയായി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ സിനിമ വന്നാൽ വിജയിക്കില്ല എന്നൊരവസ്ഥയും ഉണ്ട്. ഇപ്പോൾ പുതിയ കുട്ടികളാണ് സിനിമ ചെയ്യുന്നത്, അതിൽ നെല്ലും പതിരുമുണ്ട്. അവരുടെ സിനിമകളിൽ ശക്തമായ രാഷ്ട്രീയം അല്ലെങ്കിൽ സാമൂഹ്യ പരിഹാസങ്ങൾ, സർക്കാസങ്ങളൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? അവരോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാളെന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഈ സിബി മലയിൽ, കമൽ തുടങ്ങിയ ആൾക്കാരുടെ അവരുമായിട്ടൊരു പ്രായത്തിൻ്റെ വ്യത്യാസം നടക്കുമ്പോൾ ഒരു 10 വയസ്സിൻ്റെ ഗ്യാപ്പാണെങ്കിലും ഈ പുതിയ പിള്ളേരോടൊപ്പം സിനിമ ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ചങ്കുറപ്പും ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ. ഇതൊക്കെ എൻ്റെ പണി കളയുന്ന ഓരോ ചോദ്യങ്ങളാണ്. ഇത് കേട്ടിട്ട് വേണം സിബി മലയിലും കമലും എന്നെ അടുത്ത് പടത്ത് ഒഴിവാക്കാൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇപ്പോൾ ഭാവുകത്വം മാറുക, സെൻസിബിലിറ്റി മാറുകയാണ്. ഇപ്പോൾ പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൻസിബിലിറ്റി നമ്മൾ വിചാരിക്കുന്നതല്ല. അവരുപയോഗിക്കുന്ന ഭാഷ, അവർ കാണുന്ന സ്വപ്നം, അവർ കാണുന്ന ലോകം ഒക്കെ വേറെയാണ്. അപ്പോൾ അവരെടുക്കുന്ന സിനിമയും അർത്ഥത്തിൽ മാറും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഏത് സിനിമ എടുത്തു നോക്കിയാലും അതിൽ അവരുടേതായ ഒരു കയ്യൊപ്പുണ്ടാവും. അവരോട് ജോലി ചെയ്യുമ്പോൾ അങ്ങനെ അവർ ഭയങ്കര സുഖമാണ്, ഭയങ്കര സുഖം. അവർ എനിക്കൊക്കെ പ്രത്യേകിച്ചും റെസ്പെക്റ്റും കിട്ടും. കാരണം ജോണിൻ്റെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജോണിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് റെസ്പെക്റ്റോടു കൂടിയാണ് എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടുള്ളത്. അത് പഴയ സംവിധായകർ, ഇപ്പോൾ ജോഷി സാറാണെങ്കിലും ഒക്കെ തന്നെ അവർക്കറിയാം, ആൾക്കാരെ തിരിച്ചറിയാനൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലാതെ ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. ഒരു തരം ഡെമോക്രാറ്റിക് ആയ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ നമുക്ക് ഒരു കലാപ്രവർത്തനവും സാധ്യമല്ല. പണ്ടായിരുന്നു ഈ ശാസനകളും കമാൻഡിങ് ഒക്കെ എന്നെ കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവത്തിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മുമ്പൊക്കെ ഇത് വളരെ സ്വേച്ഛാധിപത്യപരമായ ഒരു സംഭവമായിരുന്നു. സിനിമ മുതലാളി, പ്രൊഡ്യൂസർ ഒരു മുതലാളിയാണ്. അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ചിട്ട് പണിയെടുക്കുന്നവനാണ് ബാക്കിയൊക്കെ. ഇപ്പോൾ ഒരു പ്രശസ്തനായ ഒരു നിർമ്മാതാവിനെ മലയാളത്തിൽ, 2 നിർമ്മാതാക്കളെ മലയാളത്തിൽ മുതലാളി തന്നെ വിളിച്ചിരുന്നത്. ആ മുതലാളി സംവിധാനം ചെയ്യും. ആളെ പേര് ഞാൻ പറയുന്നില്ല, ചോദിക്കരുത്. അപ്പോൾ മുതലാളി സംവിധാനം ചെയ്യുന്നു, കട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ മുതലാളി എന്ന് പറയും. ഇതാണ് ആ കാലമൊക്കെ പോയി. ഇപ്പോൾ കണ്ടന്റാണ് താരം, അഭിനേതാക്കളും താരങ്ങളും. ഇതൊരു ബിസിനസ് ഇൻഡസ്ട്രിയാണല്ലോ, ഇൻഡസ്ട്രി വ്യാപാരമാണിത്. അപ്പോൾ പഴയ ഭാവുകത്വം മാറുന്നു, പുതിയ തലമുറ പുതിയ സിനിമകളെ സ്വീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സിനിമകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾ നല്ല മിടുക്കന്മാരാണ്. ചില പാളിച്ചകളൊക്കെ പറ്റും, എങ്കിലും എനിക്കേറെ പ്രതീക്ഷയുള്ള ഒരു ജനറേഷനാണത്, പുതിയ ജനറേഷൻ. അടുത്ത ഒരു കാര്യം, നമ്മളിതിലെ വിഷയം തന്നെ നാടകം, നടനം, സിനിമയെക്കുറിച്ചാണ്. എനിക്ക് ജോയ് മാത്യുയുടെ സിനിമയിൽ നമ്മുടെ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയിലെ ഒരു ആമേനിലുള്ള ഫാദർ എബ്രഹാം ഒറ്റപ്ലാക്കൻ എന്ന കഥാപാത്രം, അത് യഥാർത്ഥത്തിൽ ജോയ് മാത്യുയുടെ അഭിനയത്തിൽ തന്നെ വലിയൊരു ചലനം ഉണ്ടാക്കിയ കാര്യമാണ്. അതിലെ സ്ക്രീൻ പ്രസൻസ്, അതിലെ ജോയ് മാത്യുയുടെ ആകാരം, അതിൻ്റെ വരവ് ഒക്കെ തന്നെ അതിഗംഭീരമായിരുന്നു. എനിക്ക് തോന്നി അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു, ആരെങ്കിലും പരിചയമുള്ള അല്ലെങ്കിൽ മുഖങ്ങളോ അല്ലെങ്കിൽ സംവിധാനം അനുസരിച്ച് നീങ്ങിയതായിരുന്നു. അതൊക്കെ ഓരോ ടെക്നിക്കാണ്, പുറത്ത് പറയാൻ പറ്റുമോ? അതായത് ഈ ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു കോമഡി നടനായിരുന്നു ഒരു ഉദ്ദേശിച്ചിരുന്നത് ആദ്യം. അപ്പോൾ പിന്നെയാണ് അത് കോമഡി അല്ല, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് എൻ്റെ ഷട്ടർ സിനിമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തുണ്ടായിരുന്നു. അപ്പം അതിൽ
എൻ്റെ സൗണ്ട് ഡിസൈനർ രംഗനാഥ് രവി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ രംഗനാഥ് രവി തന്നെയാണ് യാമേൻ്റെയും സൗണ്ട് ഡിസൈനർ. അപ്പോൾ ഈ കാസ്റ്റിങ്ങിൻ്റെ ഈ ചർച്ച വന്നപ്പോൾ രംഗൻ പറഞ്ഞു ഇങ്ങനെ ഞാനിവിടെ ഉണ്ട്, അപ്പോൾ ജോസ് പല്ലിശ്ശേരിക്ക് ഒരു പുതിയ ലുക്കുള്ള ആൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വന്ന് കണ്ടു, ആ സ്ക്രിപ്റ്റൊക്കെ സംസാരിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു നമുക്കൊരു സ്റ്റൈലൈസ്ഡ് ഫോമിൽ പിടിക്കാം, ഒരു സ്റ്റൈലൈസ്ഡ് ആക്ടിങ്, മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറയും. ഇതുവരെ കാണാത്ത ഒരു പുരോഹിതനായിരിക്കണം, ഒരു സഭയെയും അയാൾ പ്രതിനിധീകരിക്കരുത്. യാക്കോബായ, സുറിയാനി, മാർത്തോമ, റോമ, ലാറ്റിൻ കുറേ ഉണ്ടല്ലോ, അതൊന്നുമല്ലാത്ത. അപ്പം അതിനുള്ളൊരു കോസ്റ്റ്യൂം ഞങ്ങൾ പ്ലാൻ ചെയ്തു. പിന്നെ അതങ്ങനെ അങ്ങ് ഡ്രാമാറ്റിക് ആയിട്ട് സംഭവിച്ചു. ആ നാടകീയമായിട്ടാണ് അതിലത്തെ ചലനങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ലേഡി എന്നോട് പറഞ്ഞു, ഇവിടെ ഉള്ളതാണ്, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, എനിക്ക് നിങ്ങൾ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ വളരെ നാച്ചുറലാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് നാച്ചുറൽ അല്ല, അല്ല. അപ്പോൾ അത് ഒരു സ്റ്റൈലൈസ്ഡ് ആക്ടിങ് എടുത്തു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുമായിട്ട് ചേർന്നിട്ടുള്ള ചോദ്യം ചോദിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നാടകം അഭിനയവും, നാടകത്തിൽ നിന്നാണ് നിങ്ങൾ സിനിമയിലേക്ക് വരുന്നത്, നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒട്ടനവധി നടന്മാരുണ്ട്. നാടകത്തിൻ്റെ ഒരു പരിധി, സിനിമയുടെ മറ്റൊരു വിസ്താരവും, ഇത് രണ്ടും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ടോ? നാടകമാണ് വലിയ റിസ്ക്. കാരണം നാടകം നമ്മൾ അതിന് കേട്ടൻ പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമുക്ക് പല അബദ്ധങ്ങളും സംഭവിക്കും. അത് നമ്മൾ സ്റ്റേജിൽ ആ സമയത്ത് അത് പരിഹരിച്ച് പോകാനുള്ളൊരു മനോധർമ്മം ആക്ടർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഡയലോഗ് തെറ്റാൻ സാധ്യതയുണ്ട്, പാൻ്റ് അഴിയാൻ സാധ്യതയുണ്ട്, മനസ്സിലായോ, എടുക്കുന്ന ഉപകരണങ്ങൾ മാറിപ്പോവും. അത് കുറേ തമാശകൾ, നാടക കഥകൾ തന്നെ ഉണ്ട്. സിനിമയിൽ നമുക്ക് വീട് ഷോട്ട് മാറ്റിയെടുക്കാം, മനസ്സിലായില്ലേ, ടെക്നോളജിയുടെ സുഖത വീണ്ടും മാറ്റിയെടുക്കാം. നാടകമാണ് ഏറ്റവും റിസ്ക്. രണ്ടും തമ്മിലുള്ള അഭിനയത്തിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നാടകം അഭിനയിക്കുമ്പോൾ നമ്മൾ കുറച്ച് ലൗഡാണ്. അപ്പം ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾക്ക് എൻ്റെ ഒരു എക്സ്പ്രഷൻ കാണണമെങ്കിൽ ഞാനത് വളരെ ലൗഡായിട്ട്, വളരെ ഉയർന്ന തരത്തിൽ കാണിക്കേണ്ടി വരും. അപ്പോൾ പഴയ ഗ്രീക്ക് നാടക വേദികളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. 10,000-കണക്കിന് ഓഡിയൻസ് അരിസ്റ്റോഫനീസിൻ്റെയൊക്കെ നാടകം കാണാൻ വരും. അപ്പോൾ ദിവസങ്ങളോളം നീണ്ടിരിക്കുന്ന നാടകോത്സവമാണ്, വലിയ ഏരിയയിലാണ് നാടകം നടക്കുക. അപ്പോൾ ദുരന്ത കഥാപാത്രങ്ങൾക്ക് വലിയ മാസ്കാണ്, മനസ്സിലായില്ലേ, തമാശ പറയുന്ന ആൾക്ക് കോമഡിയുടെ മാസ്കാണ്. അങ്ങനെ വലിയ മാസ്കുകളിട്ട ആൾക്കാരെയാണ് ദൂരത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ, ദൂരമുള്ളവർക്ക് എക്സ്പ്രഷൻ. അല്ലാതെ അപ്പോൾ സിനിമയിൽ നമ്മൾ, ഇപ്പം ഞാൻ നിങ്ങളുടെ ഇത്ര അടുത്താണ്, ഈ ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇത്ര അടുത്താണ്. അപ്പം എനിക്ക് നിങ്ങളോട് എന്താ ജയേന്ദ്ര എന്ന് ചോദിച്ചാൽ മതി, എന്താ ജയേന്ദ്ര എന്ന് ഞാൻ ചോദിക്കണ്ട. അതാണ് അതിൻ്റെ പ്രശ്നം. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസുകൾ, ആ ലെൻസ് നമ്മളെ എത്രത്തോളം, ചില ലെൻസിലൊന്നും നമുക്ക് വലിയ ഇമോഷനൊന്നും കാണിക്കേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ അത് പ്രാക്ടിക്കലായാൽ മാത്രമാണ് കിട്ടുള്ളൂ. പക്ഷേ ഈ നാടകം ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ ഡയലോഗ് പഠിക്കാനും, മോഡുലേഷൻ. അപ്പോൾ എൻ്റെ ഗുരുനാഥക്കന്മാരും മധുമാഷൊക്കെ അതിന് അർത്ഥത്തിൽ എന്നെ വലിയ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. ഡയലോഗ് പ്രസൻറ്റേഷൻ, അതിൻ്റെ മോഡുലേഷൻ, അങ്ങനെയൊക്കെ. നാടകം ശരിക്കും സിനിമയിൽ വരുന്ന ഒരാൾക്ക് ധൈര്യം കൊടുക്കും. കരുത്തുണ്ടാവും, ധൈര്യം ഉണ്ടാവും. പിന്നെ ബാക്കിയൊക്കെ അങ്ങനെയാണ്. അതിൽ ഇപ്പോഴേ ശിശു എന്ന നാടകത്തിന് അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, സംഘടൽ സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2015 അവസാനത്തെ നാടകമായിട്ട് ബന്ധപ്പെട്ട സമാഹാരം ദൈവത്തിൻ്റെ തൊപ്പി ഇറങ്ങുന്നത്. അപ്പോൾ ഇതിനിടയിൽ നാടകത്തിൽ വളരെ സജീവമായിരുന്ന ഒരാൾ ഇത്രയും പുസ്തകങ്ങൾ, 22ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ 2015 നമ്മൾ പറഞ്ഞ നാടക സമാഹാരമൊക്കെ എഴുതിയതെങ്കിലും പിന്നീട് ഈ സിനിമയിലൊക്കെ വന്നതിന് ശേഷം നാടകത്തിലേക്ക് എപ്പോഴെങ്കിലും അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഈ തിരക്ക് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണോ, എന്തായിരിക്കാം പിന്നെ നാടകത്തിലേക്കുള്ള ഒരു തിരിഞ്ഞടത്തം ഇല്ലാതെ പോയത്? ഈ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ
നേരത്തെ ജയമോഹൻ പറയുമായിരുന്നു ഈ സിനിമ എന്നോട് ചോദിച്ചു ഷട്ടർ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഡയറക്റ്റ് ചെയ്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ആക്ടിങ്ങിലേക്ക് പോയി. അപ്പം എന്നോട് പറഞ്ഞു ഈ ഡയറക്ടേഴ്സ് ആക്ടിങ്ങിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരില്ല, ഈ ടിഷ്യൂ പേപ്പറിൽ നിന്ന് പേപ്പർ എടുക്കുന്ന പോലെയാണ്. ഒരു പടം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ വേറൊരു അടുത്ത പടത്തിൻ്റെ കോളും കൂടെ വരും. അങ്ങനെ നമ്മളിങ്ങ് പോകും. അപ്പോൾ ഈ നാടകത്തോടുള്ള ഭയങ്കരമായ തീവ്രമായ പ്രണയം എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ അതിനുള്ള സമയം വേണം, നമുക്ക് റിഹേഴ്സൽ സമയം വേണം, സ്പേസ് വേണം, അതിന് പറ്റിയ ആൾക്കാർ വേണം. അപ്പോൾ ഈ അലച്ചിലാണല്ലോ നമ്മൾ പല പല ലൊക്കേഷനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതിനിടയ്ക്ക് ഇത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ അടുത്തന്നെ ഒരു നാടകം സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അത് എറണാകുളത്തൊരു ടീമുണ്ട്, ഒരു നാടകം പഠിപ്പിക്കുന്ന ആക്ട് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു സംഘമുണ്ട്. അവരെല്ലാ വർഷവും അവിടുത്തെ കുട്ടികൾക്കുള്ള എന്താ പറയുക പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ അവതരിപ്പിക്കുന്നത് എൻ്റെ നാടകം, സംഘടൽ നാടകം. അപ്പോൾ അതിൽ അഭിനയിച്ച ആൾക്കാർക്ക് ഇപ്പോൾ സിനിമയിൽ വളരെ സജീവമായിട്ടുണ്ട്, നടികളും നടന്മാരായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു നാടകം ഡയറക്റ്റ് ചെയ്യാൻ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കതിൽ ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, നാടകം രചിക്കുകയൊക്കെ ചെയ്യുകയും അധ്യാപനം നടത്തുകയും സിനിമയിൽ വരികയും സിനിമയിൽ വില്ലൻ കഥാപാത്രമൊക്കെ ചെയ്ത നരേന്ദ്രപ്രസാദും ജോയ് മാത്യുവും തമ്മിൽ എനിക്ക് ഒരുപാട് സമാനത തോന്നാറുണ്ട്. ജോയുടെ ഒരു 70കളിലും 80കളിലൊക്കെ ക്ഷോഭിക്കുന്ന മുഖം ഇപ്പോഴും സിനിമയിലെ ചിലപ്പോൾ കാണാം, എഴുത്തുകളിൽ കാണാം. നരേന്ദ്രപ്രസാദും ഇങ്ങനെ, ഒരിക്കൽ നരേന്ദ്രപ്രസാദ് ഞാൻ അഭിമുഖം നടത്തിയിട്ടുണ്ട് മുമ്പ്. ഇങ്ങനെ നാടകം സിനിമ വായന ഒക്കെയുള്ള വലിയ ആഴമുള്ള ആൾക്കാർ ഇന്ന് സിനിമയിൽ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല നാടകത്തിൽ നിന്ന് വളരെ ആഴത്തിൽ വന്നിരിക്കുന്ന ഒട്ടേറെ പേർ മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെയും അഭാവമുണ്ട്. ഒരുപക്ഷെ ഇവരൊന്നും ഇല്ലെങ്കിലും കുട്ടികൾ സിനിമ ചെയ്യുന്നുണ്ട് എന്ന് ജോയ് മാത്യു പറഞ്ഞേക്കാം. എങ്കിലും ജോയ് മാത്യു പോലെയുള്ള ഒരാൾക്ക് അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിൽ നിൽക്കുന്ന സമയത്ത് അതൊരു ന്യൂനതയായിട്ട് തോന്നിയിട്ടുണ്ട്. ന്യൂനതയായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്താ പറയുക, ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിക്ക് വളരെ സന്തോഷം കിട്ടുന്നുണ്ട്. എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൽ സന്തോഷം ലഭിക്കുകയാണെങ്കിൽ ഞാനതിൽ ഹാപ്പിയാണ്. അതൊരു അല്ലാതെ മറ്റേ ചെയ്യാൻ പറ്റാത്തത് അയ്യോ കഷ്ടം എന്ന ചിന്തയെ എനിക്കില്ല. എനിക്ക് വേണമെങ്കിൽ നാളെ നാടകം ചെയ്യാം. മറ്റൊന്ന് പണമാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം. പണം വലിയൊരു ഘടകമാണ്. മനുഷ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെ പണം. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് പണം കിട്ടുന്നുണ്ട്, സിനിമയ്ക്ക് കഥ എഴുതിയ പണം കിട്ടുന്നുണ്ട്. നാടകത്തിന് അതൊന്നുമില്ല, അറിയാലോ. നാടകം എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നാടകം കളിച്ചിട്ട് എന്ത് കിട്ടും? ഒരു കുടുംബം പോറ്റാനൊന്നും പറ്റൂല ഇന്നത്തെ കാലത്ത്. അതെ, അതൊരു ഘടകമാണ്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന വേഷങ്ങളിലും അവസരങ്ങളിലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ നാടകം എഴുതാത്തതുകൊണ്ട് നാടകവേദി നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടം പോലെ നല്ല നാടകകൃത്തുക്കളുണ്ട് നാട്ടിൽ, മിടുക്കന്മാരായിട്ടുള്ള നാടകകൃത്തുക്കളുണ്ട്. മാത്രമല്ല നമ്മൾ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു ജോലിയോട് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ വേറൊന്ന്, പ്രസാദ് സാറൊക്കെ നമ്മളെക്കാളൊക്കെ എത്രയോ വലിയ ആളാണ് കേട്ടോ. there is no comparison. അതായത് പ്രസാദ് സാർ രണ്ടുപേരും തമ്മിലൊരു വലിയ സാമ്യത ഉണ്ട്. നാടകത്തിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ ചെയ്ത വേഷങ്ങളൊക്കെ സാമ്യത കാണാറുണ്ട്. അതാണ്. പിന്നെ അദ്ദേഹം വേറെ വലിയൊരു മനുഷ്യനാണ്, വലിയ എഴുത്തുകാരനാണ്, ഇംഗ്ലീഷ് പ്രൊഫസറാണ്, ഡോക്ടറാണ്, നിരൂപകനാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ കമ്പാരിസൺ വരുന്നില്ല അതിൽ. അതെ അതെ. അല്ല, ഒരു കാര്യം ഇതുമായിട്ട് വിഷയത്തിലല്ലെങ്കിലും ആ ബോധി ബുക്സിനെ പറ്റി ചോദിക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കാതെ പൂർണ്ണമാവില്ല. കോഴിക്കോട് നഗരം, ബോധി ബുക്സ്, അവിടെ നിരന്തരമായി വരുന്ന വായനക്കാർ, എഴുത്തുകാർ, അതൊക്കെ ഉണ്ടാക്കി തീർത്ത ഒരു അന്തരീക്ഷം ജോയുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. ആ കോഴിക്കോട് നഗരവും കാര്യങ്ങളും ഒക്കെ തന്നെ. അതൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് അത് ഒരുപാട് നോവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ചില നോവുകൾ തന്നെയാണല്ലോ നമ്മുടെ രചനക്കും പാത്രമാവുക എന്ന് പറയുന്നത്. അപ്പം ആ നിലക്ക് ബോധി ബുക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയണമല്ലോ. ഇപ്പം ഈ ബോർഹസ് പറയാറുണ്ട് അല്ലേ, ബോർഹസിൻ്റെ അങ്ങനെ ഒരു കൊട്ടേഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതായത് മനുഷ്യർ എന്തിനാണ് ഇത്ര കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത്, അത് എഴുതാൻ വേണ്ടിയിട്ടാണെന്ന് ബോർഹസ് പറയുന്നൊരാശയമുണ്ട്. അപ്പോൾ ഈ ബോധി ബുക്സിൻ്റെ തകർച്ചയും ഒരുപാട് പ്രശ്നങ്ങളും
ജോയ് മാത്യുവിൽ എപ്രകാരമായിരുന്നു, അല്ലെങ്കിൽ അത് കോഴിക്കോടുള്ള ആ സാംസ്കാരിക അവസ്ഥയിൽ എന്തൊക്കെ സാധ്യതകളായിരുന്നു എന്നുകൂടി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, അത് ഇപ്പം നേരത്തെ ജയേന്ദ്രൻ ചോദിച്ചല്ലോ, അമ്മ അറിയാൻ കഴിഞ്ഞിട്ട് പിന്നെ 23 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഷട്ടർ എന്നുള്ള സിനിമ എടുക്കുന്നത്. ഈ കാലയളവിൽ എനിക്ക് കിട്ടിയ നോവുകളോ പരിക്കുകളോ മുറിവുകളോ സന്തോഷങ്ങളോ ഒക്കെ കൂടെ ചേർന്നതാണ് ഞാൻ. ആ ചേർന്നതിൽ നിന്നാണ് ഷട്ടർ സിനിമ ഉണ്ടായത്. ആ ചേർന്നതിൽ നിന്നാണ് ഞാൻ നടനുണ്ടാകുന്നത്. ഞാനെന്നാ അതൊരു റിയൽ ഇൻസിഡൻ്റ് ആയിരുന്നു. ഏതാ ഷട്ടർ ഇട്ടത്? റിയൽ ഇൻസിഡന്റ് ചെറിയ ഭാഗമുണ്ട്, പക്ഷെ ഞാനല്ല, പ്രതി ഞാനല്ല. എല്ലാ കഥകൾക്കും ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അംശം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് ആകാശത്തു നിന്നൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. അതെ, നമ്മുടെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ലോകത്തിലോ നടന്ന ഒരു സംഭവത്തിൻ്റെ നമ്മളുടേതായ വ്യാഖ്യാനങ്ങൾ വരുമ്പോഴാണല്ലോ അതങ്ങനെ വരുന്നത്. നിങ്ങൾക്കറിയാലോ, എഴുത്തുകാരനല്ലേ. അതെ അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷട്ടർ ഒരു റിയലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ചെറിയ രീതിയിൽ. പിന്നൊക്കെ എൻ്റെ ആട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബോധിയുടെ കാലത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു ബോധി. ഇതപ്പോൾ നമ്മുടെ പ്രദീപ് ഇരിക്കുന്നുണ്ട്, രമേശനുണ്ട്, ഷാജിയുണ്ട്, നമ്മളെ ഇതൊക്കെ അക്കാലം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ വായനക്കാരും ഒക്കെയാണ്. അപ്പം അത് ഇപ്പം അതിലത്തെ അനുഭവം എന്ന് പറയുമ്പോൾ വടകരക്കാരോട് പറയേണ്ട കാര്യമില്ല. പുരത്തിൽ കുഞ്ഞുത്തുള്ള ഞാനും തമ്മിലുള്ള ഇഷ്യൂയാണ് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നൊരു സംഭവം. അത് ഞങ്ങൾ തമ്മിൽ ശത്രുതാപരമായ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്മാരകശിലകളുടെ പുസ്തകം എനിക്ക് അച്ചടിക്കാൻ തരികയും ഞാനത് അച്ചടിക്കുകയും അദ്ദേഹം അതേ പുസ്തകം വേറൊരു പ്രസാധകന് കൊടുക്കുകയും അയാൾ അതിന് നമ്മളെക്കാൾ വില കുറച്ച് വെക്കുകയും. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് തന്നത് വേറെ, അയാൾക്ക് കൊടുത്തത് വേറെ. കുഞ്ഞിക്കാൻ അറിയാലോ, ഞാൻ വടകരക്കാരോട് പറയേണ്ട കാര്യമില്ല. അതെ അതെ. അപ്പം അവൻ നല്ല മനുഷ്യനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ ഒരു ബുക്ക് ഫെയർ വന്നപ്പോൾ ഞാൻ സ്മാരകശിലകൾ തൂക്കിയിട്ടു, തുലാസൊക്കെ വെച്ച്. ലോകത്തിൽ ആദ്യമായിരിക്കും ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകം. ഞാൻ തൂക്കിയിട്ടാലും കിലോന് 17.50 വിലയിട്ടിട്ടാണ്. അപ്പം തന്നെ 50% ആവുന്നുള്ളൂ. അപ്പോൾ കുറേ പുസ്തകം വിറ്റുപോയി. മറ്റേറെ പുസ്തകം വിറ്റുപോയിട്ടുമില്ല. പിന്നെ എനിക്കൊരു ചുരുക്കത്തിൽ ഇപ്പോൾ അന്ന് ഏഷ്യാനെറ്റിൽ ജയേന്ദ്രൻ ഉണ്ടായിരുന്നു, മാതൃഭൂമി മനോരമകരൊക്കെ നല്ല വാർത്ത കൊടുത്തു. 5 കോളം പരസ്യം കിട്ടി. അതന്നെ നല്ലൊരു പൈസ ലാഭമാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശത്രുതയൊന്നുമില്ല. പിന്നെ ഞാൻ ദുബായിലുള്ളപ്പോൾ കുഞ്ഞിക്കാട് വന്നിരുന്നു. അപ്പോൾ ഞാനവിടെ പ്രസ് ക്ലബ് സെക്രട്ടറിയാണ്. ഞങ്ങൾ തന്നെ കുഞ്ഞിക്ക് സ്വീകരണം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കുന്നു. ഇപ്പം നമ്മുടെ മലബാറിലെ ആൾക്കാരുടെ ഒരു സ്നേഹമുണ്ടല്ലോ, ബിരിയാണി കഴിക്കുമ്പോൾ നല്ല പീസ് അടുത്തുള്ള ഇട്ട് കൊടുക്കുക. അവരോട് കഴിക്ക് ഇത് നല്ല പീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞിക്ക് നമ്മുടെ പൈസയുടെ കാര്യം നിനക്ക് പനമരത്തെ സ്ഥലം വിറ്റിട്ട് ഞാൻ തരും. അങ്ങനെ കാലം കഴിഞ്ഞു. കുഞ്ഞിക്ക മരിച്ചു. കുഞ്ഞിക്കയുടെ അടുത്ത സുഹൃത്തുണ്ട് TK ഇബ്രാഹിം, മാനന്തവാടികളെ. അപ്പോൾ ഇബ്രാഹിമിനോട് ചെയ്യുമ്പോൾ നീയാണല്ലോ വയനാട്ടിൽ മൂപ്പരെ കൊണ്ട് താമസിപ്പിച്ചൊക്കെ. അപ്പോൾ ഈ പനമരത്തൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്താണെങ്കിൽ വാങ്ങാൻ ഒരാളുണ്ട്, അത് വിറ്റാൽ പിന്നെ എനിക്ക് പൈസ കിട്ടുമല്ലോ. അപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്, ഒരു കുഞ്ഞിക്ക പറഞ്ഞത്, പനമരത്തൊരു സ്ഥലം വാങ്ങിയിട്ട് അത് ലാഭത്തിൽ വിറ്റിട്ട് ആ പൈസ ജോയിക്ക് കൊടുക്കണം. ഈ മനുഷ്യനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അങ്ങനെ ആണ് വടകര ബോധിപുസ്തകത്തെ സംബന്ധിച്ച് ഒരു കഥകൾ, നിരവധി കഥകളുണ്ട്. പിന്നീട് ഞാൻ പുസ്തകമൊക്കെ എഴുതാമെന്ന് വിചാരിക്കുക. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് സദസ്സിന് വിട്ടുകൊടുക്കുകയാണ് ഒരു 10 മിനിറ്റ്. അപ്പോൾ 5 മിനിറ്റ് നിങ്ങൾക്ക് ജോയ് മാത്യുവോട് ചോദ്യങ്ങൾ ചോദിക്കാം. അധികം കുഴപ്പിക്കുന്ന ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് മാത്രം നമ്മുടെ അഭിപ്രായം പറയുന്നു. ജോയ് മാത്യു സാർ, അങ്ങയോട് എന്തും ചോദിക്കാമെന്നുള്ള പിൻബലത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അങ്ങയുടെ പുസ്തകങ്ങൾ അതുപോലെ തന്നെ ലേഖനങ്ങളൊക്കെ സ്ഥിരം വായിക്കുന്ന ഒരാളാണ് ഞാൻ. മാതൃഭൂമിയിലൊക്കെ വരുമ്പോൾ ഒരിക്കൽ മാധവിക്കുട്ടിയെക്കുറിച്ച് അങ്ങയെ പരാമർശിക്കുകയുണ്ടായി. സത്യത്തിൽ മാധവിക്കുട്ടിയോട് അങ്ങക്ക് പ്രണയമായിരുന്നോ, സ്നേഹമായിരുന്നു, അതോ ബഹുമാനമായിരുന്നു? ഞങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണത്. അത് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ വരുമ്പോൾ അതൊരു സുന്ദരമായ, ഒരു രസകരമായി ഞങ്ങളത് ആഘോഷിക്കും തീർച്ചയായും. മാധവിക്കുട്ടി ആരെ പ്രേമിക്കാത്തത്?
എനിക്ക് ഭയങ്കര പ്രേമമായിരുന്നു. പക്ഷെ അവർക്ക് തരുമ്പും പ്രേമം ഉണ്ടായിട്ടില്ല. ഞാനൊരു ദിവസം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് നല്ല പ്രണയമാണ്, നിനക്കെൻ്റെ മൂലിൻ്റെ പ്രായം പോലും ഇല്ലല്ലോ എന്ന് ചോദിച്ചെന്നോട്, മൂത്ത മോൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഈ പ്രേമത്തിൽ പ്രായമില്ല, കണ്ണില്ല, മൂക്കില്ല ഒക്കെ. എന്നാ നീ പ്രേമിച്ചോ? അത് പ്രണയം എന്നുള്ള നമ്മളുടെ ഒരു കൺവെൻഷണൽ ഒരു സങ്കല്പമല്ല അത്. അതിൽ വാത്സല്യമുണ്ട്. ഞങ്ങളൊക്കെ ഭയങ്കര ആർത്തി സ്നേഹം. ഞാൻ എൻ്റെ ഫ്രണ്ട് രഞ്ജിത്തും കൂടെ അവിടെ ഒരു രാവിലെ പോയ സമയത്ത് ഞങ്ങൾ ഇന്നൊരു മൂഡ് ഓഫാണ്, ഞങ്ങളെ പോയി പൈസയൊന്നുമില്ലെന്ന്. അപ്പോൾ പറഞ്ഞു, എന്താ കുട്ടികളെ? ഞാനെപ്പോഴും ഒരു കാമുകൻ്റെ ഇടയില്ല കേട്ടോ. എന്താ കുട്ടികളെ? ഒരു വാട്ടം, മുഖത്തിൽ വാട്ടം, പോയി ഒരു വിസ്കി അടിച്ചു പോവാ. അപ്പോൾ നേരെ മുമ്പിൽ ഒരു ബാറുണ്ട് അവിടെ ശാസ്ത്രമംഗലം വീട്ടിന് മുമ്പിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വിസ്കി അടിക്കാൻ ആമിന്നാ പൈസ ഒന്നും തരുമോ? എൻ്റെ അടുത്ത് എവിടെയാ കുട്ടികളെ പൈസ? ഒരു കാര്യം ചെയ്യും, ഇത് ആശാൻ പ്രൈസ് ഇല്ലേ, അതൊരു പവനം പറ്റാ, ഇതിൽ സ്വർണം തോന്നുന്നു, ആശാൻ പ്രൈസ്, അത് വേണമെങ്കിൽ കൊണ്ടുപോയി വിറ്റിട്ട് നിങ്ങൾ കഴിച്ചിട്ട് വന്നോ. അങ്ങനൊരു ഉദാര വായ്പും സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരു സ്ത്രീ. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ കല്യാണം വന്നപ്പോൾ വായിച്ചിട്ട് കല്യാണം വന്നപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പട്ടുസാരി തരാമെന്ന് പറഞ്ഞു. എൻ്റെ മുകളിൽ മുറി കൊണ്ടുപോയി അളമാരി തുറന്ന് കാണിച്ചപ്പോൾ കുറേ പട്ടുസാരികളുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഉടുത്തതല്ലേ, പുതിയതല്ലേ തരേണ്ടത്, വേണമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ, പുതിയത് വാങ്ങിത്തരണം, എൻ്റെ അടുത്ത് പൈസ ഇല്ല. അങ്ങനെയുള്ളൊരു ഒരു എനിക്ക് ഒരു കള്ളികളിൽ ഒതുക്കാൻ പറ്റില്ല. ഇന്ന ആളോട് എനിക്ക് ഇന്ന വികാരമാണ് എന്ന് ഒരു കള്ളിയിൽ ഒതുക്കാൻ പറ്റാത്തൊരു ബന്ധം ആണ്. സമയപരിമിതി മൂലം ഇൻട്രാക്ഷനിൽ പങ്കെടുക്കാൻ ആരുമില്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഒന്നുമില്ല സാറേ, ഒറ്റ കാര്യം മാത്രം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ അഭിപ്രായം എന്ന് പറയുമോ? അത് ഞാൻ മുമ്പ് പറഞ്ഞതാണല്ലോ, എൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. ഇപ്പോഴും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഞാൻ സ്വാഗതം ചെയ്ത ആളാണ്. പക്ഷേ അത് പിടിച്ചു വെച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പേരിൽ കേസെടുക്കണമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി യൂട്യൂബിൽ നോക്കിയാൽ കാണാം. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അതിലെ ഏറ്റവും വലിയ ക്രൈം ചെയ്തിട്ടുള്ളത്. 4 കൊല്ലം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ഇപ്പോഴും അതിലത്തെ ചില അധ്യായങ്ങൾ പുറത്തു വിടാത്തതും അവർ തന്നെയാണ്. ഇതിൽ കൂടുതൽ എന്ത് പ്രതികരണം വേണം? അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കും.